നമസ്കാരം. മോർണിംഗ് ന്യൂസ്. നിയമസഭാ പൊതുസമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മധ്യവയസ്കൻ കൊല്ലപ്പെട്ട സംഭവം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ പ്രതിപക്ഷം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തെക്കുറിച്ചുള്ള വനമേഖലയിലെ ജനങ്ങളുടെ ആശങ്ക സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. ടി സിദ്ദിഖ് MLA ആയിരിക്കും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക. ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയാകും ഇന്നു മുതൽ ഫെബ്രുവരി 15 വരെ നടക്കുക. CPI മന്ത്രിമാരുടെ ഭക്ഷ്യം, റവന്യൂ, മൃഗസംരക്ഷണം വകുപ്പുകൾക്ക് ബജറ്റിൽ വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ലെന്ന പരാതി മന്ത്രിമാർ തന്നെ നേരിട്ട് ഉന്നയിച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷം ഇത് സർക്കാരിനെതിരെ ആയുധമാക്കാൻ സാധ്യതയുണ്ട്. ഖത്തറിൽ വധശിക്ഷ റദ്ദാക്കപ്പെട്ട് തടവിലായിരുന്ന ഒരു മലയാളി അടക്കം 8 മുൻ ഇന്ത്യൻ നാവികരെ വിട്ടയച്ചു. 7 പേർ ഇന്ത്യയിലേക്ക് മടങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം. ഖത്തർ അമീറിന്റെ തീരുമാനപ്രകാരമാണ് വിട്ടയച്ചത്. ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലാണ് വിജയം കണ്ടത്. ഖത്തർ അമീറിന്റെ നടപടിയെ അഭിനന്ദിച്ച് ഇന്ത്യ. 2022 ഓഗസ്റ്റിലാണ് ചാരവൃത്തി ആരോപിച്ച് മലയാളി ഉൾപ്പെടെ 8 ഇന്ത്യൻ നാവികരെ ഖത്തർ അറസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ നാവികസേന മുൻ ഉദ്യോഗസ്ഥരായിരുന്ന ക്യാപ്റ്റൻ നവതേജ് സിംഗിൽ, ക്യാപ്റ്റൻ ബീരേന്ദ്രകുമാർ വർമ്മ, ക്യാപ്റ്റൻ സൗരഭ് വസിഷ്ഠ, കമാൻഡർ അമിത് നാഗ്പാൽ, കമാൻഡർമാരായ പൂർണേന്ദു തിവാരി, സുഗുണാകർ പകല, കമാൻഡർ സഞ്ജീവ് ഗുപ്ത, സെയിലർ മലയാളിയായ രാകേഷ് ഗോപകുമാർ എന്നിവരാണ് പിടിയിലായത്. ഇറ്റലിയിൽ നിന്ന് അത്യാധുനിക അന്തർവാഹിനികൾ വാങ്ങാനുള്ള ഖത്തറിന്റെ രഹസ്യ നീക്കങ്ങളുടെ വിവരങ്ങൾ ഇസ്രായേലിന് ചോർത്തി നൽകിയെന്നാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. ഇവരുടെ ജാമ്യാപേക്ഷ പലതവണ തള്ളുകയും ഖത്തറിലെ പ്രാഥമിക കോടതി കഴിഞ്ഞ മാസം വധശിക്ഷ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നടത്തിയ ഇടപെടലിനൊടുവിലാണ് വധശിക്ഷ റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറങ്ങിയത്. ഓസ്ട്രേലിയയുടെ ഓൾറൗണ്ട് മികവിന് മുന്നിൽ ഇന്ത്യ ഒരിക്കൽ കൂടി തലകുനിച്ചു. അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയെ 79 റൺസിന് തോൽപ്പിച്ച് ഓസ്ട്രേലിയ ചാമ്പ്യന്മാരായി. ഓസീസിന്റെ 4ാം ലോക കിരീടമാണിത്. 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കങ്കാരുക്കളുടെ കിരീട നേട്ടം. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ 3 മാസം മുമ്പ് നേരിട്ട തോൽവിയുടെ നീറ്റൽ മാറും മുമ്പാണ് ഇന്ത്യയുടെ മറ്റൊരു ദയനീയ പ്രകടനം. ഇക്കുറി അത് യുവനിരയുടേതാണെന്ന് മാത്രം. സ്കോർ: ഓസീസ് 253 റൺസ്, 7 വിക്കറ്റ് നഷ്ടത്തിൽ. ഇന്ത്യ 43.5 ഓവറിൽ 174 റൺസിന് ഓൾ ഔട്ട്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.